എങ്കിൽ ഓണത്തിന് എന്നാ പരിപാടി? ഓണത്തിന് പ്രത്യേകിച്ച് എന്തോ പരിപാടി? എല്ലാ വർഷത്തെയും പോലെ ഗിരീഷേട്ടൻ വിളിക്കും, നമ്മൾ പോയി ഫുഡ് കഴിക്കും വരും. നമുക്ക് ഈ പ്രാവശ്യം ഇവിടെ നിന്ന് ഓണം കൂടിയാലോ? നമുക്ക് കുറെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാം. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഞാൻ റെഡിയാക്കുന്നതായിരിക്കും. എന്റെ അപ്പ അറിയുന്ന പണി എന്തെങ്കിലും ചെയ്താൽ പോലെ ഒരു ബിരിയാണി ഉണ്ടാക്കിയത് ഞങ്ങൾ കണ്ടതാണ്. ആ അത് ശരിയാ, ആ പാവം ഷാൻജിയോയ്ക്കൂടെ നാണക്കേടുണ്ടാക്കി വെച്ചു. ഇടി അതിപ്പോ ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ കുറച്ച് ഉപ്പും കൂടി പോയി. രുചി കുഴപ്പമായാലും നല്ല മണമല്ലായിരുന്നു. നമുക്ക് കുക്കി അറിയാൻ പറ്റുന്ന ഷാൻജിയോയ്ക്ക് എന്നാ കുഴപ്പം? ഇപ്പൊ അത് പറഞ്ഞാ മതി. എടി ഇത് അങ്ങനത്തെ സംഭവമൊന്നുമല്ല, നമ്മൾ കുറച്ച് തിളച്ച വെള്ളം മാത്രം കരുതിയാൽ മതി. നാട്ടിൽ നിന്ന് നമുക്ക് കഴിക്കാനുള്ള ഓണസദ്യ പാഴ്സലായിട്ട് വരും. നമ്മൾ മേടിക്കുക, കുറച്ച് തിളച്ച വെള്ളം എല്ലാ സാധനത്തും ഒഴിച്ച് ഒരു അരമണിക്കൂർ വെക്കുക, ഊറ്റിക്കളയുക, കഴിക്കുക. എന്ന് വെച്ചാ എടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള തോരന്, തീയല്, അവിയല്, സാമ്പാർ, മറ്റു കറികളെല്ലാം തന്നെ